പോലീസിനെയും കൂട്ടി ഷൈനിയുടെയും കുഞ്ഞുങ്ങളുടെയും മൃതദേഹങ്ങൾ കൊണ്ടുപോകാൻ വന്ന ആ കാലനെ നാട്ടുകാർ പഞ്ഞിക്കിട്ടു. ജ്ഞാനായ കത്തോലിക്ക സഭ മേലധികാരികളുടെ ആവശ്യപ്രകാരം സ്ഥലം MLA-യും മന്ത്രിയുമായ വാസവന്റെ നിർദ്ദേശത്തെ തുടർന്ന് വലിയ പോലീസ് സന്നാഹമെത്തി ഷൈനിയുടെയും മക്കളുടെയും മൃതദേഹം നാട്ടുകാർ പ്രശ്നമുണ്ടാക്കാതെ ഭർത്തൃവീട്ടിലേക്ക് പിടിച്ചെടുത്തു കൊണ്ടുപോകുന്നത് കാണുക. 3 ആംബുലൻസുകളിലായി രാവിലെ ഷൈനിയുടെ ഭർത്താവായ നോബിയും മൂത്ത മകനായ എഡ്വിനും കുടുംബക്കാരുമടക്കമാണ് മൃതദേഹം കൊണ്ടുപോകുവാൻ എത്തിയത്. നാട്ടുകാർ കൈവക്കില്ല എന്ന ഉറപ്പിൽ കനത്ത പോലീസ് ബന്ദോബസ്തിൽ നോബി വീടിനുള്ളിൽ കയറി. പോലീസ് മൃതദേഹങ്ങൾ എടുത്ത് ആംബുലൻസിലേക്ക് കയറ്റുമ്പോൾ നാട്ടുകാർ നോബിയെ കൈകാര്യം ചെയ്യാതിരിക്കുവാൻ പോലീസ് നന്നേ പണിപ്പെട്ടു. ഇവനാണ് നാട്ടുകാർ അന്വേഷിച്ചുകൊണ്ടിരുന്ന ആ കാലൻ. ഭാര്യയെയും പറക്കുമുറ്റാത്ത ആ 2 പെൺകുഞ്ഞുങ്ങളെയും ട്രെയിന് മുന്നിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുത്ത ആ നരാധമൻ. ഇവനെ ഒന്ന് കാണുവാനാണ് കേരളക്കര ഇതുവരെ കാത്തിരുന്നത്. അടിച്ചു ഹിറ്റായിയാണ് ഇവൻ ആ മൃതദേഹം കൊണ്ടുപോകാനായി വന്നത്. ഷൈനിയുടെ മൃതദേഹം കയറ്റിയ ആംബുലൻസിൽ ഈ നാണംകെട്ടവൻ വലിഞ്ഞു കയറുവാൻ നോക്കിയപ്പോൾ നാട്ടുകാരുടെ അസഭ്യവർഷം കേൾക്കുക. ഇതുപോലെ നാട്ടുകാരുടെ തെറികേട്ട ഒരുത്തൻ ഈ ലോകത്തുണ്ടാവില്ല. അത്രയും പറയണ്ട സാറേ, നമുക്കില്ല സാറേ, പെങ്ങന്മാരും അമ്മമാരും നമുക്കുമല്ലോ, അത്രയും പറയണ്ട സാറേ. നീ കരയുന്നല്ലടാ. പോലീസിനെ ഉപയോഗിച്ച് എത്ര വിദഗ്ധമായാണ് ഈ മൃതദേഹങ്ങൾ കൊണ്ടുപോയത് എന്ന് നിങ്ങൾ കാണുക. നാട്ടുകാരുടെ തെറിവിളി സഹിക്കവയ്യാഞ്ഞ് ലൈവ് ബ്രോഡ്കാസ്റ്റ് സഭയുടെ നിർദ്ദേശത്തെ തുടർന്ന് നിർത്തിവെക്കേണ്ടി വന്നു. ജീവിച്ചിരുന്നപ്പോൾ കരുണ കാണിക്കാത്ത ആ നാറികളെല്ലാം കൂടി ഇതാ പള്ളിയിൽ നടത്തുന്ന ആ നാടകം കാണുക. നാട്ടുകാരുടെ പ്രതികരണങ്ങളിലേക്ക്. മരണപ്പെട്ട സ്ത്രീ ലേഡിയുടെയും കുട്ടികളിലും ബന്ധുവീട്ടുകാർക്ക് ഒരല്പമെങ്കിലും മാന്യതയുണ്ടെങ്കിൽ ഒരു അച്ഛന്മാരെയും ഒരു വൈദികരെ വീട്ടിലേക്ക് കയറ്റരുത്. ഇവന്മാർ അന്തരീക്ഷത്തിൽ പച്ചവെള്ളം വീട്ടിൽ തെളിച്ചിട്ട് ഒരു തലവെച്ചാലൊന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കഷ്ടം. കുടിച്ച് കൂത്താടി പെണ്ണും പിടിച്ച് കോടികൾ കൊണ്ടേ വക്കീലിനും കോടതിയും കൊണ്ടേ കൊടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല. കഷ്ടപ്പെട്ട് നമ്മളും കാർന്നോമാരും കൂടി ഉണ്ടാക്കിയ സ്ഥാപനത്തിൽ ഇരുന്നുകൊണ്ട് ഇമാതിരി ഈ ലെറ്റർ വിടുന്നവനൊക്കെ ഉണ്ടല്ലോ, അവിടെ കയറി അടിക്കണം, അതിൻ്റെ അകത്ത് കയറിയിട്ട്. പ്രിയപ്പെട്ട സഹോദര, ഈ മനസ്സിന്റെ തിങ്ങൽ വന്നു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്നറിയാൻ എന്ത് പറയണം എന്നറിയാൻ വരാത്തൊരു അവസ്ഥയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇന്നലെ മുതൽ എങ്ങനെ ഇത് ഉൾക്കൊള്ളാൻ പറ്റണ്ടേ, കണ്ണടയ്ക്കാൻ പറ്റണ്ടേ? ഒരു പെങ്കൊച്ച് 2 പിള്ളേരെ ആയിട്ട് റെയിൽവേ ട്രാക്കിൽ പോയി നിൽക്കുന്നു. എന്റെ മനസ്സിൽ അതാ വന്നുകൊണ്ടിരിക്കുന്നത്. ആ ട്രെയിൻ വരുന്ന ഒച്ച കേൾക്കുമ്പോഴും ചെവിയും പൊത്തിപ്പിടിച്ചോണ്ട് അതുങ്ങൾ മരിക്കുവാന്ന് അറിഞ്ഞുകൊണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് മരിക്കുന്നത്? അവർക്ക് മറ്റേ ചന്ദ്രനിൽ പോകാനുള്ള അവസരം നിഷേധിച്ചതിന്റെ പേരിലോ അല്ലെങ്കിൽ ഈ ഇന്ത്യ മഹാരാജ്യത്ത് അറിയപ്പെടാനുള്ള ഒരു അവസരം നിഷേധിക്കപ്പെട്ടതിന്റെ പേരിലൊന്നും അല്ല. ആ പെണ്ണ് അത് ഒറ്റയ്ക്ക് ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ ഈ 2 പെൺകുഞ്ഞുങ്ങളെ ആര് നോക്കും? അതുങ്ങളുടെ ജീവിതം എന്താവും? അതുങ്ങളുടെ ഭാവി എന്താവും എന്നുള്ളൊരു ചിന്തയിൽ ആ കുഞ്ഞുങ്ങളെ അത് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ട്രെയിനിന്റെ ട്രാക്കിൽ പോയി ഇരിക്കുന്നു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. എങ്ങനെ ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്നു എനിക്കറിയത്തില്ല. ഇത് ഈ നമ്മുടെ ഗ്രൂപ്പിലുള്ളവരാണേലും പുറത്തുള്ളവരാണേലും ഇത് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ മനുഷ്യർക്ക് ഇതെങ്ങനെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നു, അല്ലെ എങ്ങനെ മിണ്ടാതിരിക്കാൻ സാധിക്കുന്നു? അത്
കാരിത്താസ് ആശുപത്രിയിൽ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് കിട്ടുന്ന ശമ്പളം എത്ര ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം. അവള് കോടീശ്വരി ആകാനൊന്നും പോകുന്നില്ല ആ പൈസ കൊണ്ട്. അറ്റ്ലീസ്റ്റ് 3 നേരം അവനവന്റെ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കാന്നുള്ള ഒരു കാഴ്ചപ്പാടിലല്ലേ അതവിടെ ജോലി ചോദിച്ചുകൊണ്ട് കൈ നീട്ടി ചെല്ലുന്നത്. ആരുണ്ടാക്കിയ ആശുപത്രിയാണ്? ഈ ക്രാനായക്കാരായിട്ടുള്ള എൻ്റെ നിങ്ങളുടെ തന്തമാരുണ്ടാക്കിയ അവരുടെ കയ്യിൽ നിന്ന് കാശ് മുടക്കി ഉണ്ടാക്കിയത്, അല്ലാതെ ഏതെങ്കിലും അരമനയിൽ എടുത്ത പൈസ കൊണ്ട് ഉണ്ടാക്കിയതാണോ കാരിത്താസ് ആശുപത്രി? ഈ കോട്ടയം രൂപയുടെ സ്വത്ത് വകകൾ എന്തെങ്കിലും എന്നിട്ട് അവിടെയൊക്കെ ഡയറക്ടറായിട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞിട്ട്, അല്ലെ അവിടെ കുറെ എന്നാ പറയുക കന്യാസ്ത്രീമാരവിടെ ജോലിക്കൊക്കെ കയറി കഴിഞ്ഞിട്ട് പിന്നെ ഇവരുടെ കാല് പിടിക്കണം. നമ്മുടെ കഷ്ടതയും അവസ്ഥയും പറഞ്ഞുകൊണ്ട് കാല് പിടിച്ച് ചെന്നിട്ടോ ചവിട്ടി പുറത്താക്കുന്ന കാഴ്ച. എന്നിട്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ന്യായങ്ങൾ ഇവരുടെ കുടുംബത്തിലോ വേണ്ടപ്പെട്ട ഒരാൾക്കാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ന്യായങ്ങളൊന്നും വരത്തില്ലല്ലോ. ഇത് ഈ എന്നാ പറഞ്ഞത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഇപ്പൊ ഇനിയിപ്പോ അടുത്ത് വരും. നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ്. ആ പെങ്കൊച്ചിന് ഇല്ലാത്ത കുഴപ്പങ്ങളൊന്നും ഇനി ഫ്യൂച്ചറിൽ കാണുകയില്ല. അവിടെ ചരിത്രം പറഞ്ഞുകൊണ്ട് അതിന് മാനസികമായിട്ടുള്ള വിഭ്രാന്തി ഉണ്ടായിരുന്നു, പിള്ളേർക്കും പാരമ്പര്യമായിട്ടുണ്ടായിരുന്നു, അതിൻ്റെ തള്ളയ്ക്ക് മാനസികമായിട്ട് തള്ള വീട്ടുകാർക്കുണ്ടായിരുന്നു, അല്ല അപ്പം വീട്ടുകാർക്കുണ്ടായിരുന്നു. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരെ ഇറങ്ങും. അതാണല്ലോ ഏറ്റവും വലിയ വിഷയം. അടിമ വിശ്വാസികളെ കയ്യിൽ നിന്ന് പോകാൻ അനുവദിച്ചു കൊടുല്ലോ. അത് കേട്ട് വിശ്വസിക്കാൻ കുറെ നാളുകളും കാണും. കണ്ടില്ലേ പ്രവർത്തിക്കാർ പറഞ്ഞു വിടുക, അതുകൊണ്ട് അച്ഛൻ പള്ളിയിൽ ഇരിക്കുക, ഊഞ്ഞാലാട്ടാൻ ആളില്ല, ആടി ചെല്ലടി പോയി ഊഞ്ഞാലാട്ടിട്ട് വാ എന്ന് പറഞ്ഞു കേട്ടോണ്ടിരിക്കുന്ന കുറെ ചരപ്പികളുണ്ടല്ലോ, ആണും പെണ്ണും കെട്ട സാധനങ്ങൾ, നപുംസകങ്ങൾ. അവന്മാർ ഇതിനൊക്കെ ജയ് വിളിക്കാനും കാണും. ഇത് അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, മനസ്സിനങ്ങ് പോകുന്നുമില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ചാക്കി കെട്ടി 3 മൃതദേഹങ്ങൾ ഇവർ ചെന്നിട്ട് പ്രാർത്ഥിച്ച് സ്വർഗത്തിലോട്ടുള്ള അവരുടെ സുഗമമായിട്ടുള്ള ഗമനം, സുഗമമായിട്ടുള്ള അവരുടെ യാത്ര ഉറപ്പാക്കി കൊടുത്തിട്ട് വേണം നിങ്ങൾ അവിടുന്ന് ഓഫീസും ചെല്ലി തിരിച്ചിറങ്ങാൻ. എന്നെ പറയാനാണ് മനസാക്ഷി ഇല്ലാത്ത വർഗം. ആ പെങ്കൊച്ച് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ആരാ ജോലി നിഷേധിച്ചെന്നുള്ള കാര്യം ഈ നാട്ടിലെ പീക്കിരി കുഞ്ഞുങ്ങൾക്ക് വരെ ഇപ്പൊ അറിയാം. എന്തുകൊണ്ടാണ് ജോലി നിഷേധിച്ചെന്നുള്ള കാര്യം ആര് പറഞ്ഞിട്ടാണ് ജോലി കൊടുക്കരുതെന്ന് പറഞ്ഞത്. നിങ്ങളെ ഇത് ചാകുന്നോളം വരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ കൊണ്ട് നമ്മളൊക്കെ ദൈവവിശ്വാസം തന്നെ പോയി കേട്ടോ. തമ്പുരാൻ ഇത്രേ ഉള്ളോ എന്നൊരു തോന്നൽ പോലുമായി. ഇനി അഥവാ ഒരു തമ്പുരാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ചാകുന്നവരം വരെ ഈ മുഖം നിങ്ങളുടെ മനസ്സിൽ രാത്രി കിടന്ന് ഉറങ്ങുമ്പം തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കും. ഇല്ലെങ്കിൽ പിന്നെ ആ തമ്പുരാനിൽ ഞങ്ങൾക്കും വിശ്വാസമില്ല. ഇത്രയൊക്കെ ഒരു മനുഷ്യജീവിയോട് കാണിക്കാവോ? എന്തിനു വേണ്ടിയിട്ടാണ്? ആഹാരത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്ന് കൈ നീട്ടിയത്, അല്ലാതെ അവർക്ക് കോടീശ്വരി ആകാൻ വേണ്ടിയിട്ടൊന്നുമല്ല. അവിടുത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് വല്ല എവിടെയെങ്കിലും പോയി UK പോകാനോ ഓസ്ട്രേലിയക്ക് പോകാനൊന്നുമല്ല. ആ 2 പെൺകുഞ്ഞുങ്ങളെ വളർത്തണം. ബോധമുള്ളവനോടും മനസ്സിൽ നന്മയും കരുണയുള്ളവനോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ഇനിയിപ്പോൾ അടുത്ത ന്യായീകരണമായിട്ട് ഇനി വാ, വിടത്തില്ല ഞങ്ങൾ അറ്റ് എനി എക്സ്റ്റെൻറ്റ്. ഒരു വൈദിക വിരോധമായിട്ടോ സഭാവിരോധമായിട്ടൊന്നും ഇത് കൂട്ടേണ്ട കാര്യമില്ല. മനുഷ്യനായി പോയതുകൊണ്ട് മാത്രം. അങ്ങനെ മനുഷ്യത്വമുള്ള ആൾക്കാർ കോട്ടയം രൂപതയിൽ ഇനിയും ബാക്കി അവശേഷിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. നിങ്ങൾ ചെല്ല്, ആ വീട്ടോട് ചെല്ല്, ഓഫീസ് ചെല്ലി ശവടക്കം നടത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെല്ല്. മറ്റേ അച്ഛനെ വിളിക്കണം കേട്ടോ, മറക്കരുത്. സംക്രാന്തിയിൽ വെച്ച് വികാര നിർഭരമായിട്ട് 2 പിള്ളേരുടെയും ഓസ്ട്രേലിയയിൽ പോയ പിള്ളേരുടെയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് കൂട്ടുകാരൻ മരിച്ചു കഴിഞ്ഞപ്പോഴേക്കും പ്രസംഗം പറഞ്ഞില്ല അച്ഛനുണ്ടല്ലോ, വൈറലായ പ്രസംഗം അങ്ങനെ കൂട്ടണം കേട്ടോ. എന്നിട്ട് പറയിപ്പിക്കണം പ്രസംഗങ്ങൾ മുഴുവനായിട്ട്. മനസാക്ഷിയില്ലാത്ത വർഗം. റോയി ബിനോയ്, ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ നാറിയ അച്ഛന്മാര് അവര് നന്നാകണമെങ്കിൽ തലപ്പത്തിരിക്കുന്നത് നന്നാണ്. ആദ്യം മൂലേക്കാളൻ നന്നാണ്, അവരെ താഴെ ഇരിക്കുന്ന വീജിമാര് നന്നാണ്. ഈ നാറികളെ കാണിക്കുന്നത് കൊണ്ടല്ലേ ഈ അച്ഛന്മാര് ഈ നാരത്തരം കാണിക്കുന്നത്. ഇതിനകത്ത് ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, ഈ അച്ഛന്റെയും അവരുടെ വീട്ടുകാരുടെയും പേരിൽ കൊലപാതകത്തിനും ഗാർഹിക പീഡനത്തിനും ജാമ്യമില്ലാ വകുപ്പ് അനുസരിച്ച് സ്വമേധയാ സർക്കാർ കേസെടുക്കണം, പോലീസ്, ഈ അച്ഛനെ ഉൾപ്പെടെ. ഏതായാലും ഒരു കേസ് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തപ്പോ അങ്ങനെ പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത മൊഴി അവിടെ ഉണ്ടല്ലോ, അതനുസരിച്ച് അയാളെ പ്രതി ചേർക്കാം. അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ ഇവിടെ കിടന്നുകൊണ്ട് ഈ വാട്സപ്പിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. അതിനു വേണ്ടിയിട്ട് വേണം ചെയ്യാൻ. ആദ്യം ഈ നമ്മുടെ പ്രവാസികളും അതുപോലെ അവരുടെ കുടുംബക്കാരും ഈ അച്ഛന്മാര് അത് ചെയ്യുന്നു പറയുമ്പോഴത്തേക്ക് വാരിക്കോരി പള്ളിയിലേക്ക് കൊടുത്തിട്ട് അവര് തിന്ന് സൂഹിച്ച് സെൻട്രമ്മി അടിച്ച് പെണ്ണും പിടിച്ച് അവര് കുഴഞ്ഞാടുമ്പോഴത്തേക്ക് അവർക്കതൊരു താളമായിട്ട് വരിക. അടിമ വിശ്വാസികൾ അവർ ചോദിക്കുന്നത് മുഴുവൻ കൊടുക്കും. അതാണ് ഇന്ന് നടക്കുന്ന സംഭവം. കഴിഞ്ഞ കുറേ ദിവസമായി നമ്മൾ പിറന്ന നാട്, നമ്മുടെ മനോഹരമായ ദൈവം വസിക്കുന്ന നാട്, ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറയുന്ന
നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മളെ ഏറെ വേദനിപ്പിക്കുന്ന സംഭവമാണ്. അതിനകത്ത് നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നടന്ന ഇന്നലത്തെ സംഭവം എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു വീട്ടിലെ ഒരംഗം അല്ലെങ്കിൽ നമ്മളറിയുന്ന ഒരാൾ കടന്നു പോകുക എന്ന് പറയുമ്പോൾ നമുക്ക് പറഞ്ഞറിയാൻ മേലാത്തതിൽ കൂടുതൽ വിഷമത്തിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള സംഭവങ്ങൾ ഇപ്പം തുടങ്ങിയതല്ല. ശരിക്കും ഇത് പറഞ്ഞാൽ ഞാനൊക്കെ ജോലിയും കൂലിയൊന്നും ഇല്ലാത്ത സമയത്ത് നാട്ടിലായിരുന്ന കാലഘട്ടത്തിൽ എനിക്കൊരു 10-35 വർഷക്കാലം കേരളത്തിൽ താമസിക്കാൻ പറ്റി. ഇന്ത്യയുടെ പല ഭാഗങ്ങളും യാത്ര ചെയ്യാനുള്ള പല ഭാഗങ്ങളുണ്ടായി. പല കുടുംബ കാര്യങ്ങളിലും പല ഫ്രണ്ട്സിൻ്റെയും മറ്റുള്ള എല്ലാ കാര്യങ്ങളും ബന്ധപ്പെടാനും ജോലി സംബന്ധമായ കാര്യങ്ങളിലൊക്കെ സഹായിക്കാനൊക്കെ ഇട വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനെ സംബന്ധിച്ച് ഞാൻ കോട്ടയം അരമന, നമ്മുടെ സ്കൂളുകൾ, കാരിദാസ് ഒക്കെ പോയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, എനിക്ക് അവിടെയൊന്നും അല്ല സുഹൃത്തുക്കൾക്കുള്ള മറ്റു ആൾക്കാർക്കും ജോലി മേടിച്ചു കൊടുക്കാൻ പറ്റിയത്. വേറെ പല സ്ഥലങ്ങളിലാണ്. കാരണം ഇവിടെയെല്ലാം ഓരോരോ മുട്ടായുക്തികളും മറ്റുള്ള ന്യായങ്ങളും പല കാര്യങ്ങളും. പക്ഷെ കയറേണ്ടവർ അവിടെ കയറുന്നുണ്ട്. ഈ രാഷ്ട്രീയം പോലെ തന്നെയാണ് അതുമായിട്ട് അടുത്ത് നിൽക്കുന്നവർക്ക് കിട്ടും. ഇതിനകത്ത് ഒരു തർക്കത്തിൻ്റെ ആവശ്യമില്ല, യാതൊരു മടിയുടെ ആവശ്യമില്ല. എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത്. ഞാൻ ജോലിക്ക് പോയിട്ടുമില്ല. എനിക്ക് വേറെ ജോലികളുണ്ടായിരുന്നു. അപ്പോൾ ആ ജോലി മേടിച്ചു കൊടുത്തവരെല്ലാം വേറെ പല സ്ഥലങ്ങളിലായിരുന്നു. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അതൊന്നും. രണ്ടാമത്തെ ഒരു കാര്യം പറഞ്ഞ ഈ വൈകിട്ട് അച്ഛൻ നടക്കുന്ന സംഭവം, എൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ ജന്മനാട് ഞീഴൂര, കോട്ടയം ജില്ല, തനി ഗ്രാമപ്രദേശം. എല്ലാ മതസ്ഥരും, മുസ്ലിങ്ങളില്ല, ബാക്കി എല്ലാ മതസ്ഥരുമുള്ള സ്ഥലമാണ്. ഹിന്ദുക്കള്, നായവര്, ക്രിസ്ത്യാനികൾ, എല്ലാ ടൈപ്പ് ആൾക്കാരും ഉണ്ട്. പക്ഷേ ഈ ഇടവകച്ചൻ വന്നിട്ട് ഗ്രാമത്തിൽ പാടത്ത് കൂടെയൊക്കെ നടന്നിട്ട് എല്ലാ മതസ്ഥര ആൾക്കാരുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. എല്ലാ മതസ്ഥയിൽപ്പെട്ട ആൾക്കാരെയും രണ്ടായിട്ട് കാണുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ പൊതുവെ അവഹേളിക്കപ്പെടുന്ന ആൾക്കാരുണ്ടല്ലോ, നമ്മൾ ക്ലാസിക്കായിട്ട് വിസ്കിയൊക്കെ ഗ്ലാസ്സിൽ ഒഴിക്കുമ്പോൾ കള്ളുകുടിമാരൊന്നും വിളിക്കത്തില്ല. സവർണ കള്ളൊക്കെ കുടിച്ച് നടക്കുന്ന രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണിതും മടുത്തിട്ട് 7 തൊട്ടും പിള്ളേരെയൊക്കെ പോയിട്ട് മടുത്തു കഴിഞ്ഞാൽ പറമ്പിനോടും മൃഗങ്ങളോടൊക്കെ പൊരുതി മടുത്തു കഴിയുമ്പോൾ 2 ഗ്ലാസ് കള്ളു കുടിക്കുന്നവരെ പൊതുവെ കള്ളുകുടിയന്മാരെന്നൊക്കെയാണല്ലോ പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. കുടിയന്മാരെന്നൊക്കെ പറയാറുണ്ട്. അപ്പം അവർ പോലും ഒരു അച്ഛൻ അതിലെ നടന്നു വരുന്നതുകൊണ്ട് അയ്യോ അച്ഛൻ വരുന്നു എന്നും പറഞ്ഞ് തലേന്ന് ആ കെട്ട കഴിച്ച് താഴോട്ട് വെച്ച് ബഹുമാനിച്ച് അങ്ങ് കടന്നു പോണവരാ. ഉടനെ ചോദിക്കും, മത്തായി എൻ്റെ മോളെന്നാ പഠിക്കണേ, അല്ല അതെന്നാ ചെയ്യണേ, ഇതെന്നാ കുശലം ചോദിക്കുകയാണ്. അത് അയ്യോ അച്ഛോ അങ്ങനെയാണ് ഇങ്ങനെയാണ്. അങ്ങനെ നമുക്കറിയാം സാധാരണ നമ്മുടെ സമുദായത്തിൽപ്പെട്ട ആൾക്കാരെയൊക്കെ അച്ഛന്മാരുടെ മണി കൊണ്ട് അവർക്ക് കിട്ടുന്ന ഈ ഓഫീസിലും മറ്റുള്ള ചെറിയ വേതനത്തിൽ നിന്നൊക്കെ എടുത്ത് പഠിപ്പിച്ച് നേഴ്സാക്കിയവരെയൊക്കെ നമുക്കറിയാം. പല സ്ഥലങ്ങളിലും ചെറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരു ഗ്രാമപ്രദേശം എന്തും ആയിക്കോട്ടെ, അമ്പലത്തിലൊരു ഉത്സവമാണെങ്കിൽ പോലും അവിടുത്തെ ഒരു ഉദ്ഘാടനമാണെങ്കിലും എല്ലാം അച്ഛനൊരു പ്രത്യേക വേദി ഉണ്ടായിരുന്നു. അച്ഛന്മാർക്കൊക്കെ ഒരു പ്രത്യേക ഇതാണ്, സിസ്റ്റർമാർക്കൊക്കെ ഒരു ബഹുമാനമാണ് എല്ലാ മതസ്ഥരും കൊടുത്തോണ്ടിരുന്നത്. ശരിക്കും ക്രിസ്ത്യാനിയെക്കാളും കൂടുതൽ ബഹുമാനം കൊടുത്തിട്ടുണ്ടോയെന്ന് വരെ എനിക്ക് സംശയമുണ്ട്. ഇത് എൻ്റെ ഗ്രാമം മാത്രമല്ല, പല ഗ്രാമങ്ങളും ഒരു 5-6 സ്ഥലങ്ങളുമായിട്ട് എനിക്ക് ബന്ധമുണ്ട്. അമ്മ വീട് എടുത്താലും അവിടെ എല്ലാം നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ്. നമ്മൾ വളർന്ന സ്ഥലമൊക്കെ എടുത്തു നോക്കിയാലും ഇങ്ങനെ തന്നെയാണ്. ആ ബഹുമാനമൊക്കെ ഇന്ന് എവിടെ പോയി? ഇന്ന് എവിടെ പോയി? എവിടെ നഷ്ടപ്പെട്ടു? ഇന്ന് സഭ വലുതായപ്പോൾ എന്ത് സംഭവിച്ചു? വലിയൊരു സെറ്റപ്പായി. ഞാൻ മനസ്സിലാക്കിയത്തോളം രാഷ്ട്രീയവും സഭയൊന്നും ഒരു വ്യത്യാസവും ഇല്ല. ആരുടെയും രക്ഷയ്ക്ക് വേണ്ടി ആരും ഒന്നും ചെയ്യുന്നില്ല. പിന്നെ അതിനോട് ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയെ പോലെ തന്നെ അതിനോട് ചേർന്ന് നിൽക്കുന്നവർക്ക് കിട്ടും. അതിനോട് ചേർന്ന് നിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അവർ പറയുന്നതെല്ലാം കേൾക്കണം. ഒന്നും തിരിച്ചു പറയാൻ പറ്റത്തില്ല. അവർ പറയുന്നത് ഒരു 100 ആടിനെ അന്വേഷിച്ച് നടന്നിട്ട് ഒരാട് നഷ്ടപ്പെട്ട ആടിനെ തേടിയ യേശു അന്വേഷിച്ച് നടന്നെന്ന് പറയുമ്പോൾ ഇവർ പറയും അതൊന്നും അല്ലെന്ന് പറയും. പെന്തിക്കോസ് പറയാറില്ലേ, വേറെ സഭകൾ ഓരോന്നോരോന്ന് വളച്ചു കെട്ടി പറയും. അതുമായിട്ട് വേറെ നീ പറഞ്ഞല്ല ശരി, വേറെ ആൾ പറഞ്ഞാൽ ശരി എന്ന് പറയും. ഇത് നമ്മൾ കേൾക്കാൻ തുടങ്ങി ജനിച്ച നാട് മുതൽ തുടങ്ങിയതാണ്. ഇത് നമുക്കിതിനകത്ത് എന്താ ഒന്നും ചെയ്യാന്നുള്ളതല്ല വിഷയം. ഇതിനകത്തൊരു ഹൃദയവേദനയുണ്ട്. ഈ ഹൃദയവേദനയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കാതെ 100 കൂട്ടം പരിപാടിയായിട്ട് രാഷ്ട്രീയക്കാരോടൊപ്പം തന്നെ ചേർന്ന് നിന്നുള്ള നമ്മൾ പഠിക്കുന്ന സ്കൂളിലും നമ്മൾ പഠിക്കുന്ന അനവരെയും നമ്മൾ പഠിക്കുന്ന പള്ളിയിലും ഒക്കെ നാളെ ചെല്ലുമ്പം മാറി നിൽക്കുക എന്ന് പറയുന്ന ഒരു സ്വഭാവം അത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. ദൈവമൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ദൈവം ഉണ്ടല്ലോ, ആദ്യകാലം മുതലേ പ്രശ്നമുണ്ടല്ലോ. 13-ാം വയസ്സിൽ യേശു പരീക്ഷന്മാരുമായിട്ട് വാക്കേറ്റം നടത്തിയെന്നാണ് പറയണം. അവിടെ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ. പിന്നെ ക്രിസ്ത്യൻ സഭകളെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പണ്ട് മുതലേ വിഭജനവും ഉണ്ട്, അടിപിടിയും ഉണ്ട്, എല്ലാം ഉണ്ട്. ശരിക്കും ഒന്ന് പഠിച്ചു നോക്കൂ. ഇഷ്ടം പോലെ പിരിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊരു നമ്മുടെ പാർട്ടിക്കാരുടെ കൂട്ട് തന്നെയാണ്. ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഈ വിഭജനവും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് എല്ലാവരുമായിട്ട് സ്നേഹിച്ച് സഹവാസത്തോടെ കടന്ന് സ്നേഹിച്ച് കാണിച്ചു കൊടുക്കുക. അതിനകത്ത് ശാസന ഉണ്ടാവും, അഭിപ്രായങ്ങളുണ്ടാവും,
പലതും ഉണ്ടാവും, പരിഭവങ്ങളുണ്ടാവും, എല്ലാം ഉണ്ടാവും. അതെല്ലാം മറന്ന് ജീവിക്കുമ്പോഴാണ് യഥാർത്ഥ ഒരു ദൈവവിശ്വാസിയാകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം നമുക്ക് മാതൃകയായി തീരേണ്ട വൈദികരും നമ്മളെ സേവനം അനുഷ്ഠിക്കാൻ വരുന്ന എല്ലാവരും അതിനൊരു മാതൃകയായിട്ട് വന്നുമ്പോൾ എല്ലാവരെയും ബഹുമാനിക്കും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.